ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നത് നെയ്മീൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഏത് ഫിഷ് വേണേലും ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒരു 2-3 മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. നല്ല നല്ല വീഡിയോസായിട്ട് വരാം, നല്ല നല്ല കുക്കിംഗ് വീഡിയോസായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ ഫിഷ്, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം തന്നെ ഫിഷ് ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു പ്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി എടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ എണ്ണ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിനകത്ത് പുരട്ടി വെക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ആക്കണേലും നല്ലത് ഇതുപോലെ ഓരോ പീസിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ കേട്ടോ നല്ലത്. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയത്തൊക്കെ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് അരി 6 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ജീരാ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇനി ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതോ ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ ഓരോ പീസസായിട്ട് വച്ച് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കില്ലേ അതുപോലെ തന്നെ. അപ്പോൾ പക്ഷേ അതുപോലെ ഒരുപാട് മുറുകി പോകരുത്. നമ്മൾ ബിരിയാണിക്കാകുമ്പോൾ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് വേണമല്ലോ എടുക്കാനായിട്ട്. അതേ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ നല്ലപോലെ വേവുകയും ചെയ്യണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതായത് അല്ലാതെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി ആ ഒരു സെയിം എണ്ണയിൽ തന്നെയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ എണ്ണയിലിട്ട് തന്നെ സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ 6 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവോളയൊക്കെ നല്ലപോലെ വഴന്ന് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചമുളകാണ് കേട്ടോ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എരിവ് നൽകണത്. വേറെ പ്രത്യേകിച്ച് നമ്മൾ അധികം മുളക് പൊടിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 3 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഈ ഒരു സവോളയിലിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത ആ ഒരു സെയിം ജാറിലായിട്ട് തന്നെ 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് വലിയ തക്കാളിയാണ് 3 എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 4 തക്കാളി വരെ എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഈ തക്കാളിയുടെ ആ ഒരു പ്യൂരിയും കൂടെ ഈ ഒരു സവോളയിലിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ആ ഒരു തക്കാളിയുടെ ഇതും നല്ലപോലെ ഒന്ന് വെന്ത് വരണം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കൊരു പെട്ടെന്നൊരു ക്വിക്ക് റെഫറൻസ് വേണമെങ്കിൽ നമുക്കിതുപോലെ വീഡിയോ കണ്ട ആവശ്യമില്ല. അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അതായത് ഒരു ഗ്രേവി ആ ഒരു പരുവത്തിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നാരങ്ങാനീരും കൂടി ചേർത്തപ്പോൾ ഇനിയിപ്പോൾ ഗ്രേവി ആയിട്ട് ശരിക്കും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം കേട്ടോ. നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു എണ്ണയിലൊക്കെ കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഒരു പിടി മല്ലിയിലയും അതുപോലെ ഒരു പിടി പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ഇതിൻ്റെ ആ ഒരു ഗ്രേവിയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതെല്ലാം നിരത്തി വയ്ക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ മൂടി അടച്ച് വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അരി വേവിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഗ്രാമ്പു, ഒരു 2-3 പട്ട, 2 ബേ ലീഫ്, പിന്നെ ഒരു 6 ഏലയ്ക്ക, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വാരി വച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി വരുന്നതാണ്. എന്നിട്ടിത് വെള്ളം ഇതിനകത്തുള്ള ആ ഒരു കഞ്ഞിവെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഒറ്റ ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ദം ചെയ്തെടുക്കാം. അല്ല രണ്ട് ലെയറായിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അതനുസരിച്ച് മാറ്റി വയ്ക്കണം. ഗ്രേവി 2ാമത്തെ ലെയറിൽ ഇടണം എന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റണം. ഞാനിപ്പോൾ ചെയ്യണത് ഒറ്റ ലെയറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഈ മീൻ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ മീനൊന്നും എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇതെല്ലാം കൂടി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീനെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലിട്ട് അരി നമ്മൾ ചോറുണ്ടല്ലോ ചോറിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് മുന്തിരി, അതായത് ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അത് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ നെയ്യിൽ വറുത്തിട്ടൊന്നുമില്ല, അല്ലാതെ ചേർക്കുകയാണ് ചെയ്യണത്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം. ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേവിയിൽ വെച്ചിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ അതെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കണം. കണ്ടോ, അപ്പോഴേക്കും നല്ല പോലെ ഇതിനകത്ത് ആ ഒരു ആവിയൊക്കെ കയറി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദം ചെയ്യുമ്പോൾ നല്ല പോലെ ചേർന്നിരിക്കുന്ന മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിനകത്തു നിന്നുള്ള ഈ ഫിഷൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. കാരണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണമല്ലോ. അപ്പോൾ മിക്സാക്കി എടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിഷൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് മിക്സാക്കരുത്. കാരണം നമുക്ക് വൈറ്റും ആ ഒരു യെല്ലോ കളറും കൂടെ വരാൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതായത് ആ ഒരു ബിരിയാണിയുടെ ഒരു കളറുണ്ടല്ലോ, വൈറ്റും യെല്ലോയും അങ്ങനെ ആ ഒരു ഇടകലർന്ന് വരുന്ന രീതിയിൽ വേണം മിക്സാക്കി എടുക്കാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ്. ആവോലി മീൻ വെച്ചിട്ടുള്ള ബിരിയാണി നമ്മൾ ഇതിന് മുമ്പ്, അതായത് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് അത് കണ്ടു നോക്കൂ കേട്ടോ. എന്നുവെച്ചാൽ അത് നമ്മൾ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഗരം മസാല എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആഷാസ് ക്രിയേഷൻസ്.